ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്ക് ഹോൾസോ, അതായത് സീലിംഗ്, അതുപോലുള്ള വാട്ടർ ടാങ്ക്, അതുപോലുള്ള ഏരിയകളിലൊക്കെ നമുക്ക് ചെറുതായിട്ട് ഹൈറ്റ് ഏത് ലെവലിലുള്ള 1 ഇഞ്ച് തൊട്ട് 2 ഇഞ്ച് 3 ഇഞ്ച് 4 ഇഞ്ച് 5 ഇഞ്ച് വരെയുള്ള ഹോളുകൾ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ പ്ലാസ്റ്റിക്കിലാണെങ്കിലും സീലിങ്ങിൻ്റെ ജിപ്സം ബോർഡിലാണെങ്കിലും അതിന് പറ്റുന്ന കറക്റ്റ് ടൂൾസാണ് നമ്മളൊന്ന് പരിചയപ്പെടുന്നത്. ഇതാണ് അതിൻ്റെ മെറ്റീരിയൽസ് വരുന്നത് കണ്ടോ. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും. അതായത് ഏറ്റവും 20 mm, അതിൻ്റെ ഏറ്റവും 16 mm തൊട്ട് അതിനുശേഷം 5 ഇഞ്ച് വരെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഹോൾസ് വരുന്ന രീതിയിലാണ് അതിൻ്റെ നമുക്ക് ഈ ടൂൾസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വന്നിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 2 പിന്നാണ് വന്നിരിക്കുന്നത്. 2 ബിറ്റ് പോലെ അതിൻ്റെ തുമ്പത്തുണ്ടാവും. അപ്പോൾ 2 ബിറ്റ് എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത് 2 ബിറ്റ് നമുക്ക് ഈ പറയുന്ന എല്ലാ സെറ്റുകൾക്കും സൂട്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് 2 സെറ്റ് തന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഏറ്റവും വലുപ്പമുള്ള വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് കൊടുത്തിട്ട് 5.5 ഇഞ്ച് വന്നാൽ കറക്റ്റായിട്ട് 5.5 ഇഞ്ച് വരെ നമുക്ക് അതിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ മെഷർമെൻറ്റ് ഇവർ തന്നിട്ടുണ്ടെങ്കിലും നമുക്ക് വേണ്ട ഹോള് ഇതിൻ്റെ കറക്റ്റ് ലെവലിൽ ഏതാണ്. ഇപ്പോൾ നമ്മൾ ഒരു സീലിംഗ് ലൈറ്റിൽ ജിപ്സം ബോർഡിൽ നമ്മളൊരു സീലിംഗ് ലൈറ്റിൽ ഒരു LED പിടിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡ് ഇതിൻ്റെ ഈ പറയുന്ന സീലിങ്ങിൻ്റെ ബാക്കിൽ വരുന്ന ഈ പറയുന്ന ആ ഹോൾസോ അതിൻ്റെ ബാക്കിൽ വെച്ച് നോക്കി കറക്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഹോള് കാര്യങ്ങൾ ഒന്നല്ലെങ്കിൽ വലുതായിപ്പോവും അല്ലെങ്കിൽ ചെറുതായിപ്പോവും. ഒറ്റ പ്രാവശ്യമാണ് നമുക്ക് ജിപ്സം ബോർഡിലൊക്കെ ചെയ്ത് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒറ്റ തവണ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ ടാങ്ക്, നമ്മുടെ മെയിനായിട്ട് വരുന്ന വാട്ടർ ടാങ്കിൽ സിമ്പിളായിട്ട് നമുക്കിത് ക്ലിയർ ചെയ്ത് ചുളച്ചെടുക്കാം. ഏകദേശം ഒരു 1 മിനിറ്റ് പോലും വേണ്ട. നമുക്കിത് കളക്ട് ചെയ്തിട്ട് 2 ഇഞ്ച് 1.5 ഇഞ്ചാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ടാങ്ക് കണക്ടർ. അല്ലെങ്കിൽ 1 ഇഞ്ചാണ്. 1 ഇഞ്ചൊക്കെ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം മിനിമം 1.5 ഇഞ്ചും 2 ഇഞ്ചും ടാങ്ക് കണക്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പറ്റുന്ന ഈ മെറ്റീരിയൽസും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അത് തന്നെ ആദ്യമേ തന്നെ കണ്ട 2 പിന്നാണ് വന്നത്. അത് നമ്മൾ അഴിച്ചെടുത്തതിന് ശേഷം ഇതെങ്ങനെ അതിൻ്റെ അകത്തേക്ക് ഫിറ്റ് ചെയ്യാമെന്ന് കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ടാവും. അതായത് ആദ്യമേ തന്നെ കണ്ടോ അതിൻ്റെ ഈ പറയുന്ന 2 പിന്നുകളാണ് വരുന്നത്. ഈ 2 പിന്നുകൾ ജസ്റ്റ് ഞാനൊരു സാമ്പിളായിട്ട് ജസ്റ്റ് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഒരു 20 mm ഒരു കറക്റ്റ് ഒരു സോൾ എടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മളിങ്ങനെ കയറ്റി വയ്ക്കുകയാണ്. ഇങ്ങനെയാണ് വരുന്ന അകത്തു നിന്നാണ് ടൈറ്റ് ചെയ്യുന്നത്. അതിന് ശേഷം ഇപ്പുറത്ത് വരുന്ന നെട്ടിട്ട് ഈ ഭാഗം ടൈറ്റ് ചെയ്യുക. ഈ ഭാഗം ടൈറ്റ് ചെയ്യുമ്പോൾ നല്ല ഫിറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ രീതിയിലുള്ള ചക്ക് വരുന്ന, അതായത് നമ്മുടെ മരപ്പണിക്കാരൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഡ്രില്ല്, അതാ ടൈപ്പ് ഡ്രില്ലിലാണ് ഇപ്പോൾ ഇത് സൂട്ടബിളായിട്ട് വരുന്നത്. അതിൻ്റെ എൻഡ് സൂട്ടബിളായിട്ട് വരുന്നത്. അത് കൂടാതെ വേണമെങ്കിൽ നമുക്ക് ചക്ക് സാധാരണ ഹാമറിങ് വരുന്ന ഡ്രില്ല് റൊട്ടേഷൻ മാത്രം ഹാമറിങ് വരുന്ന രീതിയിൽ റൊട്ടേഷനിലേക്ക് ഇട്ടതിന് ശേഷം അതിൻ്റെ നമുക്ക് അതിൻ്റെ ചക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് അതിലേക്ക് കണക്ട് ചെയ്തിട്ട് നമ്മൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഏത് ഹോള് വേണമെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് തുളച്ചെടുക്കാം. മെറ്റലിൽ പ്രശ്നമായിരിക്കും. ബാക്കിയുള്ള ഏരിയകളിലും നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഏരിയ, സീലിങ്ങിൻ്റെ ഏരിയ, അതുപോലെ തന്നെ നമുക്ക് പ്ലൈവുഡ് വരുന്നുണ്ട്. ആ ഏരിയയിലാണ് പ്ലൈവുഡ് കുറച്ച് റിസ്കി ആയിരിക്കും. റിസ്ക് എന്ന് വെച്ചാൽ കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നു മാത്രമേ ഉള്ളൂ. പ്ലൈവുഡിൻ്റെ ഏരിയ, അതായത് നമ്മളിപ്പോൾ ഈ ഇൻറ്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പാനലിങ് ചെയ്യാറുണ്ട്. അവിടെ നമുക്ക് തുളയ്ക്കുന്നതിന് അത്യാവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയാണോ ഈ ഒരു ടൂൾസ് കൂടി അതിൻ്റെ ഒരു ചെറിയൊരു പ്ലേറ്റ് കൂടി തരുന്നുണ്ട്. അത് വലിയ ടൈപ്പ് നമ്മൾ ഇടുന്ന സമയത്ത് തെന്നി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ജസ്റ്റ് ആ ലോക്ക് ഇട്ട് ടൈറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഒട്ടും തന്നെ അത് തെന്നി പോകാത്ത രീതിയിൽ കറക്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഒരു ഇലക്ട്രീഷ്യൻ എന്ന രീതിയിലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു വീട്ടിലാണെങ്കിൽ പോലും വളരെ അത്യാവശ്യപ്പെട്ട ടൂൾസുകളിൽ ഒന്നാണ് നമ്മുടെ ഈ ഹോൾസോ വരുന്നത്. ഈ ടൂൾസ് ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ജിപ്സം ബോർഡ്, അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ഇൻറ്റീരിയർ വർക്ക് വരുന്ന കംപ്ലീറ്റ് 1 വാട്ടിൻ്റെ LED 2 വാട്ടിൻ്റെ LED ഒക്കെ വരുന്ന സ്ഥലത്ത് വളരെ സിമ്പിളായിട്ട് നീറ്റായിട്ട് നമുക്ക് 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ടൊക്കെ സിമ്പിൾ ഒരു ഹോൾ ക്ലിയർ ചെയ്ത് ഓക്കെ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇത് വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അത് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ലിങ്ക്, അതായത് ലിങ്ക് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഫോട്ടോ ആയിട്ട് നമ്മുടെ ഈ വീഡിയോൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഡക്ട്സ് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മളിടുന്ന പുതിയ വീഡിയോസും അതുമാത്രമല്ല ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് കൂടി ചെയ്തേക്കുക, ആവശ്യക്കാരിലേക്ക് ഷെയർ കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.